നമസ്കാരം. ചൂരൽമല മുണ്ടക്കൈ വയനാട് മേപ്പാടിക്കടുത്തുണ്ടായ ആ വലിയ ദുരന്തത്തിന് ശേഷം മാസങ്ങൾ ആഴ്ചകൾ കഴിയുന്ന ഈ സമയത്ത് അവിടെ എന്താണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദുരന്തപൂർവമായ ഒരു പർവം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഒരുപാട് ധനസമാഹരണം നടന്നു. നമ്മുടെ സർക്കാരിന്റെ ഖജനാവിൽ 300 കോടിയിലധികം രൂപ കിടപ്പുണ്ട്. അതിലാകെ എന്തൊക്കെയോ കുറെ നക്കാപ്പിച്ച അവിടെയുള്ള ആൾക്കാർക്ക് കൊടുത്തു. ഇതിനിടയിൽ മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷനിലൂടെ 30 കോടിക്ക് പുറത്ത് രൂപ അത് വന്നു. അവർ ആദ്യത്തെ ഒരു ഘട്ടമെന്ന നിലയിൽ ഓരോ വീടുകളിലും 15,000 രൂപ എത്തിച്ചു. പിന്നെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് 50,000 രൂപ വീതം അത് വേറെ എത്തിച്ചു. പിന്നെ ഡിവൈഎഫ്ഐ ഒരു വാഹനം നഷ്ടപ്പെട്ടവർക്കോ വാഹനം കൊടുത്തു. മറ്റ് ചില ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളുമൊക്കെ ഉപജീവന മാർഗമായി മറ്റു ചിലയിടത്തും മറ്റു സംഘടനകളും മുസ്ലിം ലീഗും അടക്കമുള്ളവർ കൊടുത്തു. ഇതാണ് നിലവിലാകെ നടന്നത്. പക്ഷേ അവിടെ ഭവനം നഷ്ടപ്പെട്ടവർക്ക് അവർ ക്യാമ്പിൽ നിന്നൊക്കെ മാറി ആരുടെയെങ്കിലുമൊക്കെ വീടുകളിലും മറ്റ് ചെറിയ ചെറിയ സ്ഥലങ്ങളിലുമൊക്കെ ഉള്ള സൗകര്യം കൊണ്ട് താമസിക്കുന്നു എന്നല്ലാതെ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഘോരം ബാധിച്ചു എന്നല്ലാതെ അത്തരത്തിലുള്ള പുനരധിവാസമൊന്നും നടന്നതായിട്ട് എവിടെയും കാണുന്നില്ല. അതൊരു വെറും വാഗ്ദാനങ്ങളായി നിലനിൽക്കുകയാണ്. സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള പണം എടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യാം. ഈ ദുരിതാശ്വാസം എന്ന് പറയുന്നത് ഈ പേപ്പർ വർക്കുകൾ ചുവപ്പുനാടെ കുറുക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. എസ്റ്റിമേറ്റ് കൊടുക്കാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞല്ലോ. മരിച്ചവർക്ക് 75,000 രൂപ ചെലവായി കുഴിച്ചിടാൻ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പിന്നീട് അത് വിവാദമായപ്പോൾ അത് എസ്റ്റിമേറ്റ് ആയി എന്ന് പറഞ്ഞു. അതായത് വർക്ക് കഴിഞ്ഞിട്ട് എസ്റ്റിമേറ്റ് ഇടുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ വർക്ക് ചെയ്യുന്നതിന് മുമ്പാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാറ്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ശരിക്കും ഒരു പ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ AP വിഭാഗം അവർ സർക്കാരുമായിട്ട് ചേരാതെ അല്ലെങ്കിൽ ആരുമായിട്ട് ചേരാതെ അത് കിയാമത്ത് നാൾ 1-ാം തീയതി വരെ നിലനിൽക്കും, അത് നടക്കൂല, അതിങ്ങനെ ആലോചന മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായിക്കൊണ്ട് അവർ കുറച്ചധികം വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനും അതിൽ ആവശ്യമായ പറ്റുമെങ്കിൽ ഒരു ടൗൺഷിപ്പായി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമമാണ് ഇപ്പോൾ ഏകദേശം നടക്കുന്നത്. മേപ്പാടിക്കടുത്ത് നെടുമ്പാല എസ്റ്റേറ്റിലെ 65.41 ഹെക്ടർ സ്ഥലവും അതുപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള 78.73 ഹെക്ടർ സ്ഥലവും ഇതിനുവേണ്ടി ഏറ്റെടുക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖല, നിലവില് ജനങ്ങൾ താമസിക്കുന്ന മേഖല ഉണ്ടല്ലോ, ആ മേഖല ഒഴിവാക്കിയിട്ടാണ് അവര് ഈ സ്ഥലം ഏറ്റെടുക്കുന്നത്. അതിനർത്ഥം ഈ സ്ഥലങ്ങളിൽ ഒരു പുതിയ ടൗൺഷിപ്പ് വളർന്നു വരും എന്ന് തന്നെയാണ്. സുരക്ഷിതമായിട്ടുള്ള മേഖലയാണ്, ആ മേഖല വളർന്നു വരും. അത് തന്നെയാണ് AP വിഭാഗം ഇപ്പോ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ വീടുകളുടെ കഥ നമുക്കറിയാം. സർക്കാരിന്റെ വീടുകൾ കഴിഞ്ഞ പുത്തുമല കവളപ്പാറ ദുരന്തത്തിന് ശേഷം വെച്ചു കൊടുത്തിട്ടുള്ള വീടുകളുണ്ട്. അത് കോഴ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്, കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളാണ് സർക്കാരിന്റെ പദ്ധതികൾ എന്ന് പറയുന്നത്. സർക്കാരിന് അറിയാമല്ലോ, ഒരാൾക്ക് താമസിക്കാൻ വേണ്ടി, ഒരു കുടുംബത്തിന് താമസിക്കാൻ വേണ്ടി, സുരക്ഷിതമായി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത് 4 ലക്ഷമാണ്. ആരോ കൊടുക്കട്ടെ, അത് കേന്ദ്രമായിട്ട് കേരളം ആയിക്കോട്ടെ, പഞ്ചായത്ത് ആയിക്കോട്ടെ, അല്ലെ ആരും ആയിക്കോട്ടെ, 4 ലക്ഷമാണ് കൊടുക്കുന്നത്. അല്ല 5 ലക്ഷം രൂപ കൊടുക്കും, അല്ലെങ്കിൽ 6 ലക്ഷം രൂപ കൊടുക്കുമെന്ന് കൂട്ടിക്കോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ വീടുണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ അത് കരാറ് കൊടുത്ത് പണിയുമ്പോൾ അത് ഏത് കോലത്തിലാണ് പണിയാന്നുള്ളത് നമുക്കറിയാം. പണ്ട് പഞ്ചവടിപ്പാലം എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ഏതാണ്ട് അതേ അവസ്ഥയിലുള്ള വീടുകളാണ് ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. 1 വർഷം കഴിയുമ്പോഴേക്കും ചോർന്നൊലിക്കുന്ന വീടുകൾ. കാരണം സിമന്റ്, മണലും അതിന് നിർമ്മാണ സാമഗ്രികളും വേണ്ടേ. ഈ ദുരന്തത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടവരെ കെട്ടിടം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണോ സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് തോന്നിപ്പോകും. എന്നാൽ അതിനൊന്നും വഴിവെക്കാതെ സന്നദ്ധ സംഘടനകളും മറ്റ് രാഷ്ട്രീയ കക്ഷികളും അവർ സ്വന്തം നിലയ്ക്ക് വീട് വെക്കാൻ തുടങ്ങുമ്പോൾ നല്ല അടച്ചുറപ്പുള്ള വീട്, അതായത് അവർ നേരത്തെ താമസിച്ചിരുന്ന ഏത് നിലവാരത്തിലാണോ അതേ നിലവാരത്തിൽ തന്നെ അവർക്ക് തുടർന്നും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാനാണ് സന്നദ്ധ സംഘടനകൾ ശ്രമിക്കുന്നത്. അത് അത്തരത്തിൽ നേരിട്ട് ശ്രമിക്കുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാവും, അവർക്ക് തൊഴിലിടങ്ങൾ ഉണ്ടാവും, അവർക്കൊരു മാനസിക പ്രയാസങ്ങൾ അത് ഒഴിവായി കിട്ടും. മറ്റൊരു സർക്കാർ തരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവര് ഒരുപക്ഷെ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ജീവിച്ചു വന്നവർ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം നേരം വെളുത്തപ്പോഴേക്ക് അവർ ആ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയപ്പോൾ പിന്നീട് അവർ ശിഷ്ടകാലം മുഴുവൻ ഒരു കോളനിയിൽ ഒരൊറ്റമുറി വീട്ടിൽ താമസിച്ചു കൊള്ളണം എന്ന രീതിയിൽ സർക്കാർ നടപടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം നിലപാടുകൾക്ക് പോലും ഒരുപാട് കാത്തിരിക്കുമ്പോൾ
അതിന് ഈ സന്നദ്ധ സംഘടനകൾക്കോ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കോ നോക്കിയിരിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് ഇവിടെ മുസ്ലിം ലീഗും EAP വിഭാഗവും ഒക്കെ ചെയ്യുന്നത്. മുസ്ലിം ലീഗ് തന്നെ അതിന്റെ സ്ഥലം എടുപ്പ് കഴിഞ്ഞിട്ടില്ല, അവരും സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടേ വീട് ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ EAP വിഭാഗത്തോടും മുസ്ലിം ലീഗിനോടും DYFI വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവരോടും അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ഒരുപാട് പേര് വാഗ്ദാനം കൊണ്ട് വന്നിട്ടുണ്ട്. അവരോട് ആരും കേൾക്കില്ല എന്നറിയാം, ഇനി കേട്ടാലും കേട്ടില്ലെങ്കിലും പറയാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇത്തരം കോളനി ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ്, ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ്. ഒരു ദുരന്തത്തില് അവരുടെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടവരാ. ഒറ്റ രാത്രി കൊണ്ട് ഒരാളൊഴികെ ബാക്കി മുഴുവൻ നഷ്ടപ്പെട്ടു പോയവരുമുണ്ട്. അപ്പോൾ അത്തരക്കാർക്കെല്ലാം അവർക്ക് നിലവിലുള്ള അവരുടെ ബാക്കി കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ അടുത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ അവരുടെ കണ്ണെത്തും ദൂരത്ത് എവിടെയെങ്കിലുമൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. എല്ലാം നഷ്ടപ്പെട്ടവരെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലുമൊക്കെ ഒരു കോളനിയായി താമസിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല. അവർ അവരുടെ സ്ഥലം കണ്ടെത്തട്ടെ. അവർക്ക് അനുയോജ്യമായ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുമ്പോൾ ആ സ്ഥലം അത് വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ സന്നദ്ധ സംഘടനകൾക്ക് കഴിയും. അതിനാവശ്യമായ ഫണ്ടുണ്ട്. അല്ലെങ്കിൽ ആ സ്ഥലം സർക്കാർ വാങ്ങിക്കൊടുക്കട്ടെ. അത് വാങ്ങിക്കൊടുത്താൽ അവിടെ ഒരു വീട് വെച്ചു കൊടുക്കാൻ ഈ പറഞ്ഞ EAP വിഭാഗവും മുസ്ലിം ലീഗും DYFIയും മറ്റ് ആരൊക്കെയോ ഉണ്ട്. ഇവരെല്ലാവരും എല്ലാം കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീടുകൾ ഉണ്ടാക്കാനുള്ള ഫണ്ട് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വീടുകൾ അവരെ കൊണ്ട് നിർമ്മിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അവരവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും അടുത്തവർക്ക് താമസിക്കാൻ പറ്റും. പക്ഷെ ഇത് നീണ്ടു പോകുകയാണ്. നീണ്ടു പോകാന്ന് പറഞ്ഞാൽ ഒരു നിലയും പരഗതിയും ഇല്ലാത്ത നിലയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. തീരുമാനമായിട്ടില്ല. പലയിടങ്ങളിലും അവരുടെ സാമ്പത്തിക നില ഇതുവരെ നേരെ ആയിട്ടില്ല. ഈ അടുത്തൊന്നും ആകുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്തത്തിൽ പെട്ടവർ മാത്രമല്ല, ഈ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരും മാത്രമല്ല ഈ ദുരന്തത്തിൽ ഇപ്പോ അതിന്റെ ബാക്കിയുള്ള അനുരണനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചുറ്റിനുമുണ്ടായിരുന്ന ഇവരെയൊക്കെ ആശ്രയിച്ച് ഇവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന സാധാരണക്കാരായ ഒരു വിഭാഗമുണ്ട്. അവരിപ്പോ ദരിദ്രത്തില്ല. കാരണം അവർക്ക് ജോലിയില്ല, മറ്റു ഉപജീവന മാർഗങ്ങളില്ല. പക്ഷെ അവർ ഈ ദുരന്തത്തിൽ പെടാത്തത് കൊണ്ട് അവരെ സഹായിക്കാനും ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. എപ്പോഴും ഏതെങ്കിലും ഒരു വിഭാഗം ജീവിക്കുമ്പോൾ അവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ അവരുമായി ചേർന്ന് ജീവിക്കുന്ന മറ്റൊരു വിഭാഗം കൂടി ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം തകർന്നു പോയാൽ മറ്റേ വിഭാഗവും ഓട്ടോമാറ്റിക്കായിട്ട് തകരും. പക്ഷെ നമ്മൾ കാണുന്നത് ആദ്യം ആ തകർന്ന വിഭാഗത്തെ മാത്രമേ നമ്മൾ കാണുള്ളൂ. അത് സർക്കാരും അതിനെ കാണുള്ളൂ. സർക്കാരിന്റെ കണക്കിൽ ഇപ്പൊ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടില്ല, സ്ഥലം നഷ്ടപ്പെട്ടിട്ടില്ല, ആളെ നഷ്ടപ്പെട്ടിട്ടില്ല, യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവരെങ്ങനെ ജീവിക്കും? ഇവിടെ അതിനും കഴിയില്ല. അപ്പോൾ സന്നദ്ധ സംഘടനകളും മറ്റുള്ളവരും ആ കാര്യം കൂടി ശരിക്കൊന്ന് നോക്കണം, ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും വീട് എന്നത് പലർക്കും അന്യമായി തന്നെ നിൽക്കുകയാണ്. ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടില്ല. സർക്കാർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. സർക്കാർ കുറച്ച് കണക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കാത്ത ഭക്ഷണത്തിന്റെയും വാങ്ങാത്ത വസ്ത്രത്തിന്റെയും അതുപോലെ എന്ന് വേണ്ട ഇടാത്ത കല്ലിന്റെയും ഒക്കെ കണക്കെഴുതി കേന്ദ്രത്തിന് കൊടുത്തിട്ട് കാത്തിരിക്കാൻ, അത് കിട്ടിയിട്ട് വേണം ഒന്ന് പുട്ടടിക്കാൻ അല്ലെങ്കിൽ അടിച്ചു മാറ്റാൻ, അങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ 4 ലക്ഷം രൂപയുടെ വീട് ചോർന്നൊലിച്ചിട്ട് വീണ്ടും ഞങ്ങൾ കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണക്ക് പറയുമ്പോൾ ഞങ്ങൾ 100 വീട് കൊടുത്തു, 200 വീട് കൊടുത്തു, അല്ലെങ്കിൽ വയനാട്ടിലെ മുഴുവൻ വീട് കൊടുത്തു എന്ന് പറയാം. ഈ പിണറായി സർക്കാരിന്റെ ഇപ്പോഴത്തെ വയനാടിന്റെ നിലപാടെന്ന് പറയുന്നത്, വയനാടിനെ സംബന്ധിച്ചുള്ള നിലപാട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നിങ്ങൾ ആരും ചെയ്യണ്ട, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ക്രെഡിറ്റ് എടുത്തോളാം എന്ന നിലപാടിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാല പൂട്ടിയത്. ആ ഭക്ഷണശാലയോട് ആർക്കും എതിർപ്പില്ലായിരുന്നു അറിയാലോ. അവിടെ DYFIക്കാരുണ്ടായിരുന്നു, സേവാഭാരതിക്കാരുണ്ടായിരുന്നു, SDPIക്കാരുണ്ടായിരുന്നു, അതുപോലെ മറ്റു പലരും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിരോധിക്കപ്പെടാത്ത എല്ലാ സംഘടനയുടെ എല്ലാ പ്രതിനിധികളും ഉണ്ടായിരുന്നു. അവർ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി അവരുടെ യൂണിഫോം ഇട്ടിരുന്നത് കൊണ്ടാണ് അതങ്ങനെ അറിയാവുന്നത്. അവർക്കൊക്കെ വൈറ്റ് ഗാർഡിന്റെ ഫുഡ് കഴിക്കുന്നതിനോ വൈറ്റ് ഗാർഡിനൊപ്പം ചേരുന്നതിനോ അല്ലെങ്കിൽ സേവാഭാരതിക്കൊപ്പം ചേർന്ന് മറ്റുള്ളവരെ കൈപിടിച്ച് കയറ്റുന്നതിനോ അതല്ലെങ്കിൽ DYFIയോടെ ചേർന്നിട്ട് വേണ്ട ശുശ്രൂഷകൾ നടത്തുന്നതിനോ ഒന്നും ആർക്കും ഒരു മടി ഉണ്ടായിരുന്നില്ല. കാരണം അവരൊന്നും അവിടെ അവരുടെ തിരിച്ചറിയൽ യൂണിഫോം ഇട്ടു എന്നല്ലാതെ ബാക്കിയെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്തത്. പക്ഷെ അവിടെയാണ് സർക്കാരിന്റെ കടന്നുകയറ്റം ഉണ്ടായി. നിങ്ങൾ ആരും ഇനി ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്താൽ മതി എന്ന നിലയിൽ ഒരു കടന്നുകയറ്റം ഈ വൈറ്റ് ഗാർഡിന്റെ ഫുഡ് ക്യാമ്പ് പൊളിച്ചു കളഞ്ഞ് അത് പറഞ്ഞു വിട്ടതോടുകൂടി തുടങ്ങിയത്. അതിനുശേഷം ഈ കണക്ക് വന്നപ്പോൾ എല്ലാം പൂർത്തിയായി. ഇത്തരത്തിൽ വലിയ കൊട്ടക്കണക്കുണ്ടാക്കി കിട്ടാത്ത കണക്കുകൾ വാങ്ങിയെടുക്കാൻ വേണ്ടി കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ച് കാത്തിരിക്കുമ്പോൾ ഈ വയനാട്ടിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം.
അവരെന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. സർക്കാരിന്റെ കാരുണ്യം കാത്ത് നിൽക്കുകയാണ്. സർക്കാർ അവരെ ഉപേക്ഷിച്ചാലും മതി, ഞങ്ങൾക്കൊന്നും ചെയ്യാനും കഴിയില്ല എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അത് ചെയ്തു കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഇതൊരു നായ തിന്നേയില്ല, പശുവിനെ തിന്നാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പഴഞ്ചൊല്ലാണ് ഇവിടെ ഓർമ്മ വരുന്നത്. ആ രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ. സർക്കാർ ചെയ്തു കൊടുക്കുകയില്ല, മറ്റുള്ളവർ ചെയ്തു കൊടുക്കാൻ സമ്മതിക്കുകയില്ല. ഏതായാലും സന്നദ്ധ സംഘടനകളും മറ്റു രാഷ്ട്രീയ കക്ഷികളും മതസംഘടനകളും എല്ലാം അവര് കൈമയും മറന്നുകൊണ്ട് സ്വന്തം നിലയ്ക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് AP ഒക്കെ അത് എടുക്കാൻ തീരുമാനിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് നടക്കട്ടെ. അതിനെ തുടർന്ന് മറ്റുള്ളവരും മറ്റു എല്ലാ സന്നദ്ധ സംഘടനകളും മതസംഘടനകളും ഒക്കെ ഈ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട അവരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളും അതിനെ തുടർന്ന് ഉണ്ടാകട്ടെ. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതുപോലെ തന്നെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളും ഇവർക്ക് ആ ഒരു ഐക്യവും ആ ഒരു ഒരുമയും ഉണ്ടാകട്ടെ. പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ട് ഇവരെന്തെങ്കിലും ആക്കിക്കളയാം എന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ്. അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സന്നദ്ധ സംഘടനകളെങ്കിലും ഈ വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ വ്യക്തികളും സ്ഥാപനങ്ങളുമെങ്കിലും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഉറ്റവരും ഉടവരുമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ, സുരക്ഷിതമായ മേഖലയിൽ ഒരല്പം സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്ത് അവിടെ അവരെ സുരക്ഷിതരായി പാർപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് വൈകാതെ ഒരു നേതൃത്വം ഉണ്ടാകുമെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ അവരവർ തന്നെ അത് ചെയ്തു തുടങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു.